ഹായ് ഫ്രണ്ട്, നെക്സ്റ്റ് സ്റ്റോറിക്ക് പോവാം. ഇപ്പം നമുക്ക് കുട്ടി ബാഷ് ബാക്ക് പോവാം. ജിമ്മിനെങ്ങനെ നടന്നത്? ജിമ്മിനക്ക് അപ്പോൾ 8 വയസ്സ്. അപ്പോൾ ഹീറോ കുട്ടുക്കുടു ഓടി വരുന്നത്, ഹലോ ഹായ് ക്യൂട്ട് ബോയ്, നീയ വരാ? ഓ ഞാൻ വീട്ടിലത്തെ വന്നതാ. എന്നെ പറഞ്ഞു, ഹായ് എൻ്റെ പേര് അമ്മു, നീ എവിടുന്നാ വന്നത് എന്ന് ചോദിച്ചു അമ്മു. അതോടെ ജിമിൻ പറയാൻ തുടങ്ങിയിട്ട്, അമ്മു എനിക്ക് എത്ര വയസ്സായി? എനിക്കിത്ര വയസ്സായി. ഓ എത്ര വയസ്സാ? എന്ന് പറഞ്ഞു. ഞാനൊക്കെ എത്ര വയസ്സായി എന്ന് പറഞ്ഞു. അതായത് ജിമിൻ സ്മൈൽ ചെയ്ത് തുടങ്ങി. എനിക്കിപ്പോൾ 5 വയസ്സ് അതാണ് എന്ന് പറഞ്ഞു. 5 വയസ്സാ? അതെ 5 വയസ്സ്. ഇപ്പോഴല്ല, എനിക്ക് നെക്സ്റ്റ് ബർത്ത്ഡേ എനിക്ക് 5, ഇപ്പം എനിക്ക് 4 വയസ്സ് എന്ന് പറഞ്ഞു. ഓ നെക്സ്റ്റിൽ 5 വയസ്സാവും. 5 വയസ്സാവും. ഇപ്പം എനിക്ക് 4 വയസ്സാ എന്ന് പറഞ്ഞു. ജിമ്മിൻ അമ്മുവിനെ കൂടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ, അങ്കിൾ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് തരുമോ? ഓ ക്യൂട്ടായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്ത്. ആ ഫോട്ടോ ഇപ്പോൾ ജിമ്മിന് ഓർക്കായിരുന്നു. എവിടെയാടേ ഉള്ളത് നീ? എത്ര ഞാൻ തേടാ നിന്നെ. ജിമ്മിന് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെയായിട്ട് ജിമ്മിൻ വീട്ടിലാണ്. അപ്പോൾ ജിമ്മിൻ്റെ മമ്മി പറയുന്നത്, എടാ മാരേജ് ആയിടാ വീട്ടിൽ ഇല്ല മോം, ഇപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും പോവാൻ നമുക്ക് എന്ന് പറഞ്ഞു. ശരി ഓക്കെ. ജിമ്മിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. ഹീറോയിൻ്റെ വീട് ഞാൻ നല്ല നോക്കായിരുന്നു. ഞാൻ റൂമിൽ പോയി. ജിമ്മിനിക്ക് ഒന്നും അറിയില്ല, ഫോട്ടോ ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അകത്ത് വന്ന് ഡ്രസ്സ് ചേഞ്ച്, നൈറ്റായി. രാവിലെ നൈറ്റ് രണ്ടുപേരും കിടന്നു ഉറങ്ങി. ഹീറോയും കിടന്നു ഉറങ്ങി, ബേബിനെ കെട്ടി വെച്ച് ഉറങ്ങി. ജിമ്മിൻ സ്മൈൽ ചെയ്ത് കിടന്നു ഉറങ്ങി. രാവിലെ ജിമ്മിൻ നോക്കി ഹീറോയും ഉറങ്ങി കണ്ടു. സ്മൈൽ ചെയ്ത് ശരി ഓക്കെ. ജിമ്മിൻ ഇറങ്ങി വന്നു. അപ്പം അടുത്ത് വന്ന് വീടൊക്കെ ഇറങ്ങായിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ ജിമ്മിൻ ഷോക്കായി പോയി. അമ്മു 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ഡാഡി പറയാൻ തുടങ്ങി, ഓ അമ്മു, അത് അമ്മുവിൻ്റെ ഫോട്ടോ തന്നെ ഇത് പറഞ്ഞു. ജിമ്മിൻ ഷോക്കായി. എന്ത് അമ്മു? അതെ അമ്മു. അപ്പോൾ ആരാ ഇത്? നിങ്ങൾ എന്നൊരു മോളാ? അല്ല ഇത് അമ്മു ആണ്, പ്രിയ. അമ്മു പ്രിയ. ഇതവളെ ചെറിയ വയസ്സിൽ 4 വയസ്സിൻ്റെ. ഇതാ അമ്മ ഓൾറെഡി ഫോട്ടോ എടുത്തുണ്ട്. ഫോട്ടോ ഇത് അമ്മുവിൻ്റെ ഫോട്ടോ ആണ്. അത് മാത്രമല്ല ഈ കുട്ടിപ്പയ ആരാ? ഇല്ല ഇതവളെ ചേട്ടനാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ചേട്ടനാണ്. അവനിപ്പോൾ ചേട്ടൻ എവിടെയാണ്? ഓ അവനിപ്പോൾ വരും. അവനിപ്പോൾ വരുന്ന പറഞ്ഞത്. ബേബി എന്നെ അച്ഛാ. ഇവന് പറഞ്ഞ ഓർമ്മയുണ്ട്. ഇവനാണ് എൻ്റെ മോന്. ഇല്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ നൈറ്റ് വന്നതാ അങ്ങനെ പറഞ്ഞായിരുന്നു. ശരി ഓക്കെ. നന്നായിട്ട് ജിമ്മിനിക്കിപ്പോൾ മനസ്സിലായി, അമ്മുവാണ് ഹീറോയിൻ, രണ്ടുപേരും ഒന്നാണ്. ജിമ്മിനിക്ക് ഹാപ്പി ആയിരുന്നു, സന്തോഷമായി. ജിമ്മിന് മമ്മിയോടെ കിച്ചണിൽ എന്തോ കോഫി പൊടി തേടിയായിരുന്നു. എവിടെയുണ്ട് കോഫി പൊടി? ഇതാ. അമ്മേനെ പിടിച്ച് കെട്ടി വെച്ച്, ടാങ്ക്സ് മമ്മി, താങ്ക് യു. എന്നിട്ട് ജിമ്മിനെ ടാങ്ക്സ് മമ്മി, എൻ്റെ അമ്മുവിനെ കണ്ടുപിടിച്ചിട്ടായിരുന്നു ടാങ്ക്സ് മമ്മിയെന്ന്. ജിമ്മിന് അവിടുന്ന് ഓടിപ്പോയി. ഇത് കണ്ട് ജിമ്മിൻ്റെ മമ്മിക്ക് ഷോക്ക്. ഡാഡി ഷോക്കായി. അമ്മുവിനെ കണ്ടുപിടിച്ചോ? എവിടെ? ഇങ്ങനെ ഹീറോയിൻ്റെ മമ്മിക്കും ഡാഡിക്ക് ഷോക്ക്. അമ്മുവാ? അതാരാ എന്ന് ഹീറോയിൻ്റെ മമ്മി ചോദിച്ചു. അതെൻ്റെ മോളാണ് അമ്മു, അവളെ നിക്നെയിം അമ്മു എന്ന് വിളിക്കുകയാണ്. അമ്മു. അപ്പോൾ ഹീറോയിൻ്റെ മമ്മിക്ക് ഡൗട്ട് വന്നു. അപ്പോൾ ഹീറോയിൻ്റെ മമ്മീൻ്റെ മേലെ കുറച്ച് ഡൗട്ട് വന്നു. ഫോട്ടോ എടുത്ത് കാട്ടെ, ഇതാണ് അമ്മു, ഇതെൻ്റെ മോൾ അമ്മു പ്രിയാണ്. ഹീറോയിൻ്റെ മമ്മിക്ക് കൺഫേമായി. ശരി, രണ്ടാളും ഒരേ ഗേളാണ്. അപ്പോൾ മനസ്സിലായി. ജിമ്മിനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോ ഉറങ്ങുന്നത് ഭയങ്കര ജോലി എൻജോയ് ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഹീറോയിൻ ഭയങ്കര കെയറിങ് ആയി നോക്കായിരുന്നു. ജിമ്മിൻ നല്ല സ്വീറ്റ് ഹസ്ബൻഡായി. എപ്പോഴും ഹീറോയിനെ കെയറിങ് ആയി ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും പിടികിട്ടില്ലായിരുന്നു. എന്തിനാ ഇവൻ എന്നെ കെയറിങ് ചെയ്യുന്ന ഒന്നും മനസ്സിലായില്ല ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ജിമ്മിൻ ഹീറോയിനെ എപ്പോഴും കെയറിങ് ആയി നോക്കും. അതുമാത്രമല്ല, ഹീറോയ്ക്ക് ഒന്ന് ഡൗട്ട് ജിമ്മിന് മേലെ വരാൻ തുടങ്ങി. ഇവന് ആൾ ശരിയില്ലല്ലോ, ഫസ്റ്റ് വെച്ചായിരുന്നു, ഇപ്പം എന്നെ കെയറിങ് നോക്കുക
പിന്നെ ഹീറോയിൻ ജിമ്മിനോട് വന്ന് ചോദിച്ചു ഡയറക്ടർ, നിങ്ങളെന്തിനാ ഇപ്പോൾ മുമ്പത്തെ മാറി ഇപ്പോൾ മുമ്പത്തെ പേര് മാറണം, വേണ്ട വേണ്ട ഇതേ മതി എന്ന് പറഞ്ഞു. ജിമ്മിന് പറയാൻ തുടങ്ങി, അമ്മോ ജിമ്മിൻ്റെ ഫോട്ടോ കണ്ടായിരുന്നു, ജിമ്മിൻ്റെ കയ്യിൽ ഫോട്ടോ, അത് ഇതാരും മനസ്സിലായോ, ഇത് ഞാൻ, അപ്പോൾ ഇത് ഞാൻ, എന്ത്, അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് മീറ്റ് ചെയ്തു, അതെ മീറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ എൻ്റെ കൗത്തിലൊരു മാല കണ്ണ്, ജിമ്മിന് മാല എടുത്ത് താഴെ ഇട്ടു, കൗത്തിൽ മാല കണ്ണ്, ഈ മാല എനിക്ക് ഓർമ്മ ഉണ്ടോ, അത് എൻ്റെ ചൈൽഡ്സ്, ഓ അത് ഞാൻ തന്നതാ, നീ തന്നതാ, അതെ ഇപ്പോഴും കൗത്തിലുണ്ടല്ലേ. ജിമ്മിന് ഒരുമാതിരി ഹീറോയിൻ അതൊന്നുമില്ല, ഹീറോയിൻ ഓടിപ്പോകാൻ തുടങ്ങി, ജിമ്മിന് പിടിച്ചു, അങ്ങനെ അവർ കണ്ട് ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പറഞ്ഞിട്ടായി വേദനയൊക്കെ പറഞ്ഞു, ജിമ്മിന് ഭയങ്കര കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ജിമ്മിന് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗേൾ ബേബി ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിമ്മിന് ബേബി സ്കൂൾ പോകാൻ തുടങ്ങി. മമ്മിയും എന്താ പറ്റി, ഇപ്പോൾ ഹീറോയിൻ പറയാൻ തുടങ്ങി, എന്താടാ പറ്റി, ഒന്നില്ല മമ്മി, അത് എൻ്റെ അനിയത്തി ഇവിടെ ഇവിടെ കളിക്കുക, രണ്ടുപേരും കളിക്കാൻ തുടങ്ങി, രണ്ട് തല്ലാക്കാൻ തുടങ്ങി. ജിമ്മിൻ്റെ ബേബി വന്നു, തല്ലാക്കണ്ട, രണ്ടുപേർക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാ ഇത് നീ വെച്ചോ, താങ്ക് യു ചേട്ടമ്മ, രണ്ടുപേരും കിസ് അടിച്ചു. ഓ ജിമ്മിൻ കയറി മമ്മി എന്നാ ഫുഡ് കഴിക്കും, വേണ്ട ഓ ഇപ്പം എന്ത് ചെയ്യാം, മമ്മി ഞാൻ കൊടുത്തോളാം എന്ന്, നീ കൊടുക്കുന്നു, ഞാൻ കൊടുക്കാം എന്നെ ബേബി എടുത്തു, രണ്ടുപേർക്ക് ഇതാ അവിടെ കണ്ടു എന്ന് കുട്ടികളെ രണ്ടുപേരെ ഫുഡ് വായിച്ച്, ജിമ്മിൻ്റെ ബേബിയാണോ എല്ലാ കുട്ടികളെ നോക്കുന്നത്, അങ്ങനെ കുട്ടികൾക്ക് ഒരു വഴി എന്ന് പറയുന്ന കെയറിങ് ആയിട്ട് നോക്കും. ജിമ്മിന് പറയാൻ തുടങ്ങി, കുറച്ച് ഡേയ്സ് പോകും, ഇപ്പോൾ കുട്ടികൾ വളർന്നു. ജിമ്മിനിങ്ങനെ അടുത്ത് വന്ന് ഹീറോയിനെ ടച്ച് ആകണം, എന്ത് പറ്റി, നെക്സ്റ്റ് വീക്ക് ട്രൈ ചെയ്യാം, അതൊന്നും വേണ്ട നീ ഹീറോയിൻ ഓടി പോകാൻ തുടങ്ങി. ഹീറോ ഇങ്ങനെ ഹാക്ക് ചെയ്ത് രണ്ടുപേർ ജോലായി ഹീറോയിൻ ബേബിയെ കൂടെ ടൈം ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ ഇങ്ങനെയായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരേജായി. എന്താ മാരേജ്, എൻ്റെ ചേട്ടൻ എന്താ ചേട്ടാ, ഒന്നില്ലടി, അങ്ങനെ ഹാപ്പി എൻഡിങ്.